എൻ്റെ ഈശോയാലേറെ സ്നേഹിക്കപ്പെടുന്നവരെ, പണമുണ്ടാക്കുവാൻ വേണ്ടി മാത്രം അധ്വാനിക്കുന്നവന് അതൊരു കെണിയായി മാറും. പണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ലതാനും അതിനെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഇപ്രകാരമെങ്കിൽ 1 തിമോത്തി 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ കൂടി ചേർത്തിരിക്കുന്നു: ദുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമാണ്. നമ്മുടെ സക്കേവൂസ് ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനായിരുന്നു. എങ്കിലും അവൻ യേശുവിനെ കാണാൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലൂടെയാണ് പോകുന്നതെന്ന് അവൻ കേട്ടിരുന്നു. ചുങ്കക്കാരിൽ പ്രധാനിയായിരുന്ന ധനികനായിരുന്ന അവനെ എല്ലാവരും പാപി എന്ന കണക്കെയാണ് കണ്ടിരുന്നത്. സമൂഹത്തിൻ്റെ മുൻപിൽ യാതൊരു വിലയും അവന് കിട്ടിയിരുന്നില്ല. അവനെ അവജ്ഞയോടെയാണ് എല്ലാവരും നോക്കിക്കണ്ടത്. എന്നാൽ ചുറ്റുപാടുകളിലേക്ക് അവൻ്റെ കണ്ണുകൾ തിരിഞ്ഞില്ല. അവൻ യേശുവിലേക്ക് മാത്രം ശ്രദ്ധ പതിപ്പിച്ചു. യേശുവിനെ കാണണം, യേശുവിനെ കേൾക്കണം, അവൻ പറയുന്നത് ചെയ്യണം. ഇതായിരുന്നു സക്കേവൂസിൻ്റെ ആഗ്രഹം. യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശുവിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുവാൻ തയ്യാറെടുത്ത മനുഷ്യൻ. നമുക്കും അങ്ങനെയാകാം. ഈ നോമ്പുകാലത്തിൽ നമുക്കും ഒരു തീരുമാനമെടുക്കാം. ഈശോയെ നൽകാനും ഈശോയെ പ്രഘോഷിക്കുവാനും ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുവാനും എൻ്റെ സമയവും എൻ്റെ കഴിവും എൻ്റെ സമ്പത്തും ഞാൻ വിനിയോഗിക്കും. സമ്പത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുകയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടമോടുകയും ചെയ്യുന്ന എൻ്റെ പ്രവൃത്തി, എൻ്റെ ജീവിതം ഞാൻ ഇതോടെ ഉപേക്ഷിക്കുന്നുവെന്ന് ഈശോയോട് പറയാം. ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളിൽ തൻ്റെ കുറവ് കണ്ടെത്തിയ സക്കേവൂസ് തീരുമാനമെടുത്തതുപോലെ ഉടനെ നമുക്കും തീരുമാനമെടുക്കാം. ആ കുറവുകളെല്ലാം പരിഹരിക്കുവാൻ തയ്യാറാകാം. അതിനുള്ള ശക്തിയും ധൈര്യവും കർത്താവ് ഈശോ മിശിഹ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പാടി പ്രാർത്ഥിക്കാം.